നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ NANR സ്കൂൾ ഓഫ് വിസ്ഡം. ഇതിൽ നമ്മളൊരു 500 പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിനിടയ്ക്കാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. അതിലൊരു 250ഓളം പബ്ലിക്കിൽ കിടക്കുകയാണ്. ബാക്കി പ്രൈവറ്റിലാണ് കിടക്കുന്നത്. അപ്പം ഓരോ വിഷയം വരുമ്പോഴാണ് സംസാരിക്കുന്നത്. മുൻകൂട്ടി തീരുമാനിച്ചിട്ടല്ല ഒരു കാര്യം സംസാരിക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത്, നിരന്തരം നമ്മൾ ചർച്ച ചെയ്യുന്ന ഫോണിൽ കൂടെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. നമുക്ക് സത്യത്തെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് ടൈറ്റിൽ. അപ്പോൾ ഒരു 12 മിനിറ്റ് ഉണ്ട്. അപ്പം ഞാനത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു, നമ്മളിത് കേൾക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഒന്ന് ചെയ്തിട്ട് ഈ അയച്ചു തന്ന വീഡിയോ ഒന്ന് കേട്ടിട്ട് നമ്മൾ ഈ നിരന്തരം പറയുന്നതല്ലാതെ എന്താണ് ഈ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നത്, അപ്പം ഞാൻ പറയാത്തത് എന്താണ് ആ വീഡിയോയിൽ പറയുന്നതെന്ന് എനിക്കറിയാനൊരു ആകാംക്ഷയുണ്ടായി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആ വീഡിയോയിലെ കണ്ടൻറ്റ് എനിക്ക് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, ഞാൻ കേട്ടിട്ടില്ല. അതിൽ ഏറ്റവും രസകരമായ കാര്യം, അതിൽ സംസാരിച്ചിരിക്കുന്നത് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഈ ഒരു വിഷയം നിരന്തരം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പ്രഭാഷണമാണ്. അപ്പം ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 500 എപ്പിസോഡ് 1000 എപ്പിസോഡുള്ള ചില സീരിയലുകളുണ്ട്. ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്കറിയാം. തമിഴിൽ രാധിക എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. അവരുടെ ഒരു സീരിയൽ 1000-ൽ കവിഞ്ഞു പോയി എന്ന് പറയുന്നത് പോലെ പ്രഭാഷണങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്കൊരു വിഷയം നോക്കാം. സത്യത്തെ കണ്ടെത്താൻ പറ്റുമോ, അല്ലെങ്കിൽ സത്യത്തിന് നമുക്കറിയാൻ പറ്റുമോ? ഇതാണ് അതിൻ്റെ ടോപ്പിക്. അപ്പം ഈ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് സത്യം. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ 250 മേളിലായല്ലോ. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് തീരുമാനിച്ചു. നമ്മളിനി എന്തിനാണ് ഓരോ വ്യക്തികളുടെ പേര് പറയുന്നത്? അവരെ കണ്ടുപിടിക്കൂ, ഇവരെ കണ്ടുപിടിക്കൂ എന്ന് നമുക്ക് പറയേണ്ട ആവശ്യം ഇനി ഇല്ലല്ലോ. നടക്കാൻ പഠിക്കുന്നത് വരെ ഒരാളുടെ ആവശ്യം നമുക്കുണ്ട്. അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ, കാർ ഓടിക്കാനും ഒരു സഹായം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഈ സഹായിയെ നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാറില്ല. കൂടെ കൊണ്ടു നടന്നാലും നമുക്ക് സൈക്കിൾ ഓടിക്കാനോ അല്ലെങ്കിൽ നടക്കാൻ ഒരാളുടെ കൈ പിടിച്ചാൽ നടക്കാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചു നമുക്ക് സ്വതന്ത്രമായി സംസാരിച്ച് നോക്കാം. അതാകുമ്പോൾ പിന്നെ വേറെ വിഷയമില്ല. ഇത്രയും മതങ്ങളെക്കുറിച്ചും ഇത്രയും ആൾക്കാരെക്കുറിച്ചൊക്കെ പേരെടുത്ത് പറഞ്ഞ് ഇതുവരെ ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പം ഓരോന്നായിട്ട് നോക്കാം. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം തർക്കിക്കാനും വാദിക്കാനും നമ്മൾ പറയുന്നതിനകത്തൊരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷേ നമ്മളൊരാളോട് പറഞ്ഞാൽ അവരൊരിക്കലും നമ്മൾ പറയുന്നത് ശരിയാണെന്ന് പറയത്തില്ലെന്ന് മാത്രമല്ല, അവർ പറയുന്നതാണ് ശരിയെന്ന് അവർ വാദിക്കും. അത് വോട്ട് തൽക്കാലം. സത്യം എന്ന് പറയാം, ഇംഗ്ലീഷിൽ ട്രൂത്ത്. ഇതാണ് അന്വേഷിക്കുന്നത്. ആത്മീയത, സ്പിരിച്വാലിറ്റി, കോൺഷ്യസ്നെസ്, അവെയർനെസ്, ഇങ്ങനെ പല വാക്കുകളിൽ ഇത് പറയും. ഇനി വാക്കുകൾ വെച്ച് നമ്മൾ പറയുമ്പം ഇതിനെല്ലാം തർക്കമുണ്ടാവും. കാര്യം ഒരു വേർഡും പൂർണ്ണമല്ല. അത് വേർഡിൻ്റെ പ്രശ്നമല്ല, വാക്കിൻ്റെ പ്രശ്നമല്ല. അത് മനസ്സിലാക്കാൻ, അത് ആരാണോ കേൾക്കുന്നത് അവരുടെ ഇതനുസരിച്ചിട്ടാണ് അവരത് കേൾക്കുന്നത്. അപ്പം ഇതിനേറ്റവും ഇതായിട്ടുള്ള ആരുടെ ജീവചരിത്രം എടുത്ത് നോക്കിയാലും അവരെല്ലാം ഇത് തന്നെ പറയുന്നുണ്ട്. അപ്പം സത്യം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ശാസ്ത്രം എന്താ സത്യത്തെക്കുറിച്ച് പറയുന്നത്? കോൺഷ്യസ്നെസ്സെ കുറിച്ച് സത്യം എന്താ പറയുന്നത്? ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ 5ാം ക്ലാസ് ഫിസിക്സിൽ പഠിച്ച കാര്യമാണ്. ഫിസിക്സിൽ പറയുന്ന എനർജി cannot be created or destroyed. It can be transformed from one shape to another shape. എന്ന് പറഞ്ഞാൽ നമ്മളീ സംസാരിക്കുന്ന മൊബൈലിനകത്ത്
മൊബൈൽ എനർജിയാണ്. അതിനകത്ത് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും നശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ എന്ന് പറയുന്ന ഈ ഷേപ്പ് ആവുന്നതിന് മുമ്പ് ഇതൊരു പക്ഷേ ഒരു കസേര ആയിരുന്നിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരുന്നിരിക്കാം, ഇനി ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കാം. കാര്യം എന്താ, മനുഷ്യനും എനർജിയാണ്, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. അപ്പം അത് വ്യക്തമായിട്ടുണ്ട്. അപ്പം നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ ചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്നത് എനർജിയാണ്, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോണാണ്. ഒരു തർക്കവും നമുക്ക് ഇല്ല. ഇതാണ് എനർജിയും ആത്മീയതയും തമ്മിലുള്ള ബന്ധം. ഇതാണ് ഇവർ പറയുന്നത്, നിങ്ങൾ കാണുന്നതല്ല സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമല്ല സത്യം, ഈ മൊബൈലല്ല സത്യം, എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് എനർജിയാണ്. അതാണ് E=mc². കൂടുന്നും കുറയുന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇതിന് മനുഷ്യന് മനസ്സിലാവാത്ത സംസ്കൃതം പറഞ്ഞ് നമ്മളെ കുഴപ്പിക്കുക എന്നുള്ളത് അവരുടെ വയറ്റിപ്പഴപ്പാണ്. അതിപ്പോൾ എനിക്കൊരു അമ്പലവും ഒരു ആശ്രമവും ഉണ്ടെങ്കിൽ ഞാനും ഒരു പക്ഷേ അതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ സത്യം ഇതാണ്. ഇനി അപ്പം മാറ്ററാണ് ഫിസിക്സിൽ നമ്മളെ പഠിപ്പിച്ചത്. ഇനി 1940 ക്വാണ്ടം ഫിസിക്സ് വന്നപ്പം, 1940 50 വർഷത്തിന് മുമ്പേ വന്ന്, ഈ മാറ്റർ എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. എല്ലാ വസ്തുവും കണക്റ്റഡാണ്. അതാണ് ക്വാണ്ടം ഫിസിക്സ്. അതാണ് കണക്റ്റഡാണ് എല്ലാം തമ്മിൽ. അപ്പം സൃഷ്ടിയുണ്ടായ തൊട്ട്, ആദ്യത്തെ സൃഷ്ടി തൊട്ട് ഇന്ന് വരെയുള്ള സംഭവം, എല്ലാ രൂപങ്ങളും കണക്റ്റഡ് ആണെന്നും ക്വാണ്ടം ഫിസിക്സ് പറഞ്ഞു. ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സത്യം. ഞാനിപ്പോൾ സംസ്കൃതവും ഉപനിഷത്തും വേദവും പുരാണവും ഇനി പറയത്തില്ല, അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സത്യം നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇത് തെറ്റാണെങ്കിൽ ആരെങ്കിലും നമ്മളെ തിരുത്താൻ ആളില്ല, തിരുത്താൻ പറ്റത്തില്ല. അതാണ് സത്യം. അപ്പോൾ അത് ബോധ്യമായല്ലോ. ഇനി അടുത്തത്, ഇത് നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുമോ? അപ്പം അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്. ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് എന്ന് പറഞ്ഞാൽ, സയൻസ് അനുസരിച്ച് ബിഗ് ബാങ് ശബ്ദത്തിലൂടെയാണ് സൃഷ്ടി ഉണ്ടായത്. സൃഷ്ടിക്ക് മുമ്പ് ചലനമില്ലാത്തൊരവസ്ഥ, അതാണ് കോൺഷ്യസ്നസ്, അതാണ് സത്യം, അതാണ് ട്രൂത്ത്. ചലനമില്ലാത്തൊരു കാര്യത്തിന് ചലനത്തിൽ നിന്ന് നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല, 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 പറ്റത്തില്ല. കുഴച്ചൊന്നും നമ്മൾ പറയണ്ട, അന്വേഷിച്ചാൽ കിട്ടത്തില്ല. ഇനി പുസ്തകം വായിച്ചാൽ കിട്ടുമോ? കിട്ടത്തില്ല. പ്രഭാഷണം വായിച്ചാൽ കിട്ടുമോ? കിട്ടത്തില്ല. ധ്യാനം ചെയ്താൽ കിട്ടുമോ? കിട്ടത്തില്ല. അപ്പം ഇതിലും പച്ചയ്ക്കും തെളിച്ചൊന്നും പറയാൻ ഇല്ല വേറൊന്നും. പിന്നെ എങ്ങനെ കിട്ടും? കിട്ടിയാൽ എന്താണ് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയും അപ്പോഴത്തെ അവസ്ഥയും, അതെല്ലാം ഞാൻ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതിനീ കിടന്ന് നമ്മൾ പരത്തി പറയേണ്ട കാര്യമില്ല. ഇതറിയണമെന്നുള്ളവർക്ക് ഈ NNR-STR സ്കൂൾ ഓഫ് വിസ്ഡത്തിൽ ചെന്നാൽ എല്ലാ തട്ടിപ്പ് തരികടയും, എല്ലാ അന്ധവിശ്വാസവും, ഇനി അസ്ട്രോളജി ഉണ്ടോ, എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ പോകണോ, പൂജ ചെയ്യണോ, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ വീഡിയോ കേട്ട് നോക്കും. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കറക്ഷനും കാണത്തില്ല. ഓരോരുത്തരും അവരവരുടെ അറിഞ്ഞു വെച്ചപ്പോൾ, ഞാൻ സംസാരിക്കുന്നത് തന്നെ, ഞാനിപ്പോൾ സംസാരിച്ചതൊന്നും പുസ്തകത്തിലൂടെ അല്ല. ഇനി ഞാൻ പുസ്തകത്തിലൂടെ സംസാരിക്കാനും വ്യക്തികളുടെ പേരിലൂടെ സംസാരിക്കാനും തയ്യാറില്ല. എന്തിനാണ് നമുക്ക് വേറൊരാളുടെ ആവശ്യം? ഇത് പറയാൻ ബേസിക് ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും പഠിച്ച ഏതൊരു ശാസ്ത്രജ്ഞനും ഇത് പറയാൻ പറ്റും. അപ്പോൾ ഇവർ പറയും, നിങ്ങൾക്ക് സയൻസുകാർക്ക് ഇതിനപ്പുറം ആനയുണ്ട്, തേങ്ങയുണ്ട്. ഒരു തേങ്ങയില്ല, ഒരു ആനയില്ല. 3rd ഡയമെൻഷനിൽ നിന്ന് 4th ഡയമെൻഷനിൽ പോയ ടൈമും സ്പേസും ഇല്ല. അവിടെ പലതും കാണാൻ പറ്റും, പലതും കേൾക്കാനും പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നേരിട്ട് അനുഭവമുള്ളവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ അനുഭവമില്ലാത്തവരുടെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവർ പറഞ്ഞത് തന്നെ പറഞ്ഞിട്ട് കാര്യം, ഇവർ പുസ്തകങ്ങളിലൂടെ പഠിച്ചതാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കതിനപ്പുറത്തേക്ക്
അനുഭവം ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഭാഷ അറിയാവുന്നുണ്ട്. എന്ത് കാര്യം? ഒരു കഥയുമില്ല. ഇത് പറയുന്നവർക്കെങ്കിലും ഇത് ഉറപ്പാവാൻ വേണ്ടി മാത്രമാണിത് ചെയ്യുന്നത്. ഉപബോധ മനസ്സിൻ്റെ ഒരു കളിയാണ്. ഇന്ന് ആത്മീയത എന്ന് പറയുന്നതെല്ലാം പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് അനുസരിച്ച് മനസ്സിന് കൊടുത്തിരിക്കുന്ന ചില തന്ത്രവിദ്യകളാണ്, മാന്ത്രിക വിദ്യകളാണ്. ഇതും ആത്മീയതയായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അവിടെ നിന്ന് ഇവിടെ നിന്ന് തുണ്ട് പുസ്തകം വായിച്ച് ആരെങ്കിലും ഒരാൾ പറഞ്ഞ് മറ്റേയാൾ പറഞ്ഞെന്ന് ഈ തർക്കിച്ച് എനിക്ക് മതിയായി. ഇനി ഞാൻ തർക്കിക്കാനും ബാധിക്കാനും തയ്യാറല്ല. എന്നെ തിരുത്തണം എന്നുള്ളവർ എൻ്റെ നമ്പർ മെയിൽ ഐ ഡിയും കൊടുത്ത് എന്നെ വിളിക്കുക. മണിക്കൂറോളം സംസാരിക്കുക. വേണമെങ്കിൽ നേരിട്ട് കാണാം. നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. താങ്ക് യു.